പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ അനുകൂലിച്ച അസർബൈജാനിൽ വിനോദസഞ്ചാര കോൺഫറൻസ് നടത്താനൊരുങ്ങി മലയാളി സംഘടന. വേൾഡ് മലയാളി കൗൺസിൽ എന്ന സംഘടനയാണ് ജൂൺ 27 മുതൽ 30 വരെ അസർബൈജാനിൽ കോൺഫറൻസ് നടത്തുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ ഭാരതം അസർബൈജാനിലേക്കുള്ള വിനോദസഞ്ചാരത്തിനുൾപ്പെടെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതിനിടയിലാണ് വേൾഡ് മലയാളി കൗൺസിലിന്റെ രാജ്യവിരുദ്ധ നീക്കം. വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി. വിനീഷ്, എന്താണ് വിവരങ്ങൾ? വിനീഷിനെ ലഭ്യമാകുന്നു ടെലിഫോൺ ലൈനിൽ. വളരെ ഗുരുതരമായൊരു സാഹചര്യമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ അനുകൂലിച്ച രാജ്യമാണ് അസർബൈജാൻ. അവിടെ വിനോദസഞ്ചാര കോൺഫറൻസ് നടത്താൻ ഒരുങ്ങുന്ന ഒരു മലയാളി സംഘടന വേൾഡ് മലയാളി കൗൺസിൽ. ഈ സംഘടനയാണ് ജൂൺ 27 മുതൽ, ഈ വരുന്ന മാസം ജൂൺ 27 മുതൽ 30 വരെ ഈ വിനോദസഞ്ചാര കോൺഫറൻസ് നടത്തുന്നത്. നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണം നടന്നതിനു പിന്നാലെ ഇത്തരത്തിൽ പാകിസ്ഥാന് അസർബൈജാനിൽ നിന്ന് സഹായം ലഭിച്ചതിനെ തുടർന്ന് ഭാരതം അസർബൈജാനിലേക്കുള്ള വിനോദസഞ്ചാരത്തിനുൾപ്പെടെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നതാണ്. ഇപ്പോൾ വേൾഡ് മലയാളി കൗൺസിൽ എന്ന ഈ സംഘടനയുടെ നീക്കം അത് രാജ്യവിരുദ്ധ നീക്കമായി തന്നെ കണക്കാക്കപ്പെടുന്നു. എന്തുകൊണ്ട്, എത്തരത്തിൽ, ആരുടെ പിന്തുണയോടെ ഇത്തരമൊരു കോൺഫറൻസുമായി അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമുക്കറിയേണ്ടത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെ അനുകൂലിച്ച രാജ്യങ്ങളോടൊക്കെയുള്ള ഭാരതത്തിൻ്റെ നിലപാടുകൾ വളരെ പ്രസക്തമായിരുന്നു. വിനീഷ്, കേൾക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഈ വേൾഡ് മലയാളി കൗൺസിൽ എന്ന സംഘടന എന്താണ്, ഇതിന് പിന്നിൽ ആരാണ്, ഇവരെന്താണ് ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്? നിലവിൽ വേൾഡ് മലയാളി കൗൺസിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ അനുകൂലിച്ച അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെതിരെ ഭീകരാക്രമണം നടത്തിയ സംഘടനയെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാജ്യത്തെ അനുകൂലിച്ച അസർബൈജാനിൽ വിനോദസഞ്ചാര കോൺഫറൻസ് നടത്താനാണ് ഇപ്പോൾ വേൾഡ് മലയാളി കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്. വേൾഡ് മലയാളി കൗൺസിലർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ വെബ്സൈറ്റിൽ തന്നെ അതിൻ്റെ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ജനുവരി 27 മുതൽ 30 വരെയാണ് അസർബൈജാനിൽ വച്ച് കോൺഫറൻസ് നടത്തുന്നത് എന്ന നിലപാടാണ് ഇപ്പോൾ വേൾഡ് മലയാളി കൗൺസിൽ എടുത്തിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അസർബൈജാനിലേക്കുള്ള വിനോദസഞ്ചാരത്തിന് വിലക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു. നിലവിൽ ഭീകരാക്രമണത്തെ പിന്തുണച്ച, രാജ്യത്തിനെതിരെ നടന്ന ഭീകരാക്രമണത്തെ പിന്തുണച്ച രാജ്യത്തിനോടാണ് ഇവിടെയുള്ള വേൾഡ് മലയാളി കൗൺസിലിലെ അംഗങ്ങൾക്ക് കൂറ് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നത്. അസർബൈജാനിലേക്കുള്ള യാത്ര പല ഘട്ടങ്ങളിലായി നിരോധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ തന്നെയായിരുന്നു ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ അസർബൈജാനിലേക്കുള്ള യാത്ര പോലും നിരോധിച്ചത്. അവിടേക്കാണ് വേൾഡ് മലയാളി കൗൺസിൽ ഇപ്പോൾ യാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ജൂൺ 27 ഇത്തരത്തിലുള്ള യാത്ര നടത്തുന്നതെന്നാണ് വേൾഡ് മലയാളി കൗൺസിൽ അവരുടെ തന്നെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതും. വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിദേശ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺഫറൻസ് ആണ് അവിടെ വെച്ച് അസർബൈജാനിൽ വെച്ച് നടത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടും നിലപാടിൽ നിന്ന് മയപ്പെടുത്തി അല്ലെങ്കിൽ അസർബൈജാനിൽ നടത്തുന്ന ആ ഒരു വിനോദ കോൺഫറൻസുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇപ്പോഴും വേൾഡ് മലയാളി കൗൺസിൽ തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വീണ, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ വേൾഡ് മലയാളി കൗൺസിൽ ഈ രാജ്യവിരുദ്ധ നീക്കവുമായി മുന്നോട്ട് പോകുന്നു. ഇവർക്ക് പിന്നിൽ ആര് എന്നുള്ളത് കൂടി വളരെ പ്രസക്തമാണ്. ഈ ഒരു നീക്കവുമായി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എങ്ങനെ എന്നുള്ളത്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.